ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥന പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ മാതാവിന്റെ കൈകളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മയ്ക്ക് നല്ല സന്തോഷമായിരിക്കും ഇത്രയേറെ മക്കൾ വചനം ശ്രവിക്കുന്നത് കാണുമ്പോൾ. നമ്മൾ കാണാറുണ്ടല്ലോ, പ്രകൃതിയിൽ വെയിലും മഴയും കാറ്റും കാർമേഘവും ഉള്ളതുപോലെ മനുഷ്യ ജീവിതത്തിൽ നന്മയും തിന്മയും ഉണ്ടാകും. പാപത്തെ വെറുത്ത് പാപിയെ രക്ഷിക്കാൻ വന്ന യേശു നമ്മോട് ഇപ്പോൾ ഓരോ ഹൃദയത്തോടും ഓരോ കുടുംബത്തോടും സംസാരിക്കുകയാണ്. ലൂക്കയുടെ സുവിശേഷം 5-ാം അധ്യായം 32-ാം വാക്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാനാണ്. മകളെ, സക്കേവൂസിന്റെ വീട്ടിലേക്ക് ഈശോ വന്നതുപോലെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ആ പാവ സ്ത്രീയോട് കരുണ കാണിച്ച് രക്ഷിച്ചതുപോലെ ഈശോ നമ്മോടും പറയുകയാണ്, ഞാൻ പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ചിറങ്ങുന്ന നല്ല ഇടയനാണ് ഈശോ, അല്ലേ? വഴിതെറ്റിപ്പോയതിനെ തിരികെ കൊണ്ടുവരുന്നവനാണ് യേശു കർത്താവ്. മുറിവേറ്റതിന് വെച്ച് കെട്ടുന്ന നല്ല ഇടയനാണ് ഈശോ. പാപത്തിന്റെ സൂത്രധാരകൻ പിശാചാണ്. പാപത്തെ തകർത്ത് പാപിയെ സ്നേഹിക്കുന്ന ഈശോ നമ്മോട് ഓരോരുത്തരും പറയുകയാണ്, അഹങ്കാരത്തിൽ നിന്ന് എളിമയിലേക്ക് വരിക, കോപത്തിൽ നിന്ന് ക്ഷമയിലേക്ക് വരിക, അസൂയയിൽ നിന്ന് ഉപവിയിലേക്ക് വരിക, മടിയിൽ നിന്ന് ഉത്സാഹത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ പാപികളെ രക്ഷിക്കാനാണ് ഈശോ വരുന്നത്. ദൈവം ഒരു പാപിയെ പോലും കുറ്റപ്പെടുത്തുന്നില്ല, ഒറ്റപ്പെടുത്തുന്നുമില്ല, തള്ളിക്കളയുന്നുമില്ല. കടൽ തീരത്തെ ഏതു രേഖയും ഒരു തിര മായ്ക്കുന്നത് പോലെ ഹൃദയത്തിലെ ഏറ്റവും ചെറിയ പാപങ്ങളെയും ഏറ്റവും വലിയ പാപങ്ങളെയും ദൈവത്തിന്റെ സ്നേഹത്തിര മായ്ക്കുവാൻ സാധിക്കും. ഒരു തെറ്റു ചെയ്തു എന്ന് വിചാരിച്ച് തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം. മറിച്ച് നമ്മെ അനുതപിച്ച് തിരിച്ചു വരുവാൻ കാത്തിരിക്കുന്നവനാണ് ഈശോ. ഈശോ രക്ഷിക്കുന്നവനാണ്. പാപത്തിന്റെ ആസക്തികളെ അഭിഷേകത്തിന്റെ തീക്കട്ടകളാക്കി മാറ്റാൻ യേശുവിന് സാധിക്കും. പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് ഈശോ വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ കുടുംബങ്ങളിലേക്കും എല്ലാ പാപികളിലേക്കും കർത്താവ് കടന്നു വന്ന് വലിയ അനുതാപത്തിന്റെയും വലിയ പശ്ചാത്താപത്തിന്റെയും മാനസാന്തരത്തിന്റെയും വരം നൽകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.